വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാകും. ചെന്നിത്തലയുമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് തീരുമാനം. സതീശൻ ധനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെയാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവേശനം. 1980-1985 കാലഘട്ടത്തിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, NSUI ദേശീയ പ്രസിഡന്റ്, ബാലജനസഖ്യം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ചെന്നിത്തല 1982 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1986 30-ാം വയസ്സിൽ K. കരുണാകരൻ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായി സ്ഥാനമേറ്റു. 1987 മുതൽ 1990 വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. 1987 ഹരിപ്പാട് നിന്നും വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചതിനാൽ MLA സ്ഥാനം രാജിവെച്ചു. 1990 മുതൽ 1993 വരെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ചെന്നിത്തല 1994 മുതൽ 1997 വരെ AICC ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 1991 1996 വീണ്ടും കോട്ടയത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1997 AICC ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്നും പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1998 കോട്ടയത്ത് നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും CPMലെ K. സുരേഷ് കുറുപ്പനോട് പരാജയപ്പെട്ടു. 2004 മാവേലിക്കര ലോക്സഭാ സീറ്റിൽ നിന്നും CPMലെ CS സുജാതയോടും തോറ്റു. 2005 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ചെന്നിത്തല ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായി KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. 2004 മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. 2011 ഹരിപ്പാട് നിന്ന് വീണ്ടും നിയമസഭാ അംഗമായ ചെന്നിത്തല 2014 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ UDF മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. 2014 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിയമിതനായ ചെന്നിത്തല KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് VM സുധീരൻ പകരം പ്രസിഡന്റായി സ്ഥാനമേറ്റു. 2016-14 കേരള നിയമസഭയിൽ UDFന്റെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുത്തു. 2021 15-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പരാജയത്തെ തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി.ഡി. സതീശൻ UDFന്റെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റു. അതേസമയം സംസ്ഥാന അധികാരം ഏൽക്കാനായിരുന്ന പുതിയ DDF മന്ത്രിസഭയിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി നിയുക്ത MLA ഷാനിമോൾ ഉസ്മാൻ. പുതിയ മന്ത്രിസഭയിൽ കുറഞ്ഞത് 3 വനിതാ മന്ത്രിമാരെങ്കിലും ഉണ്ടാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അവർ പ്രതികരിച്ചു. പുതിയ മന്ത്രിസഭയിലേക്ക് തന്റെ പേര് പരിഗണനയിലുണ്ടെന്ന് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കി. എന്നാൽ നിരവധി കാര്യങ്ങളും പ്രാദേശിക സാമുദായിക സമവാക്യങ്ങളും പരിശോധിച്ചാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ താൻ മന്ത്രിയാകുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. രമേശ് ചെന്നിത്തല പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്. അദ്ദേഹം പുതിയ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് തന്റെ ആഗ്രഹം. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. മാത്രമല്ല, മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചേക്കില്ല. ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ നിലപാട് അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.